സംഘടന എഴുതുന്നത്. അപ്പോൾ അന്തിക്കാട്ടുകാരുടെ തന്നെ മനസ്സിൻ്റെ ശുദ്ധി അത് അവരുടെ ഉൽപ്പന്നങ്ങളും കാണുമെന്നുള്ളതിൽ ഉറപ്പാണ്. എനിക്ക് പുറത്തു പോയി കഴിഞ്ഞാൽ വളരെ അഭിമാനം തോന്നാറുള്ളതാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന രണ്ട് മുൻമന്ത്രിമാർ വി എസ് സുനിൽകുമാറും കെ രാജനും. എവിടെ ചെന്നാലും അന്തിക്കാട് എന്ന് പറയുമ്പോൾ ആദ്യം കേൾക്കുന്ന പേരുകൾ അവരാണ്. രാജ്യമാരായിട്ട് പുറത്തു പോയാൽ എൻ്റെ പേര് കേൾക്കാറുണ്ടെന്ന് പറയാം. അത് സിനിമയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഭരണപരമായ കാര്യങ്ങളെ പറ്റിയിട്ട് ഈ രണ്ട് കൂട്ടരും സുനിൽകുമാർ കൃഷിമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കർഷകർ ഞാനടക്കം നേരിട്ട് കൃഷിയിലേക്ക് കൂടുതൽ വന്നിട്ടുണ്ട്. അടുത്ത ഒരു ദിവസം ഒരു IAS ഉദ്യോഗസ്ഥയായ ഒരു മീര എന്ന് പറഞ്ഞൊരു ദിവസം എൻ്റെ മകൻ്റെ സുഹൃത്താണ്. അവർ വന്നപ്പോൾ കെ രാജൻ റവന്യൂ മന്ത്രി ആയിരിക്കുന്നതായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ പോലും പഠിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പഠിച്ചിരുന്നത്. ഓരോ വകുപ്പും പറയുമ്പോൾ ഞങ്ങൾ അന്തപ്പെട്ട് പോകാറുണ്ടെന്ന് നമ്മുടെ രാജനെ പറ്റിയിട്ട്. അപ്പോൾ ഇവിടെയുള്ള ഓരോരുത്തരും നമ്മുടെ പണ്ടുണ്ടായിരുന്ന രാഷ്ട്രീയ നേതാക്കൾ അടക്കം കെ പ്രഭാകരനും രാജേന്ദ്രനും സുധീരനും അടക്കമുള്ള എല്ലാ ആളുകളും അന്തിക്കാടിന് അഭിമാനം കൊണ്ടുവന്നിട്ടുള്ള ആളുകളാണ്. അതുപോലെ തന്നെയാണ് ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഓരോ വിഭവങ്ങളും കഴിക്കാറ്. കാരണം നമ്മൾ പലപ്പോഴും അനാവശ്യമാണ് എന്ന് വിചാരിച്ച് പുറന്തള്ളുന്നതാണ് നാളികേര വെള്ളവും അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ മൂല്യമുള്ളതാണെന്ന് നമ്മൾ വീണ്ടും ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇത്തരം ഉദ്യമങ്ങൾ സഹായിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ കുറച്ച് നേരത്തെ സുനിൽകുമാർ പറഞ്ഞു കായത്തൊലി പലപ്പോഴും നമ്മൾ ഈ ഓണക്കാലമാണ് കായ വറുക്കുന്ന കായത്തൊലി ഉപേക്ഷിക്കും. ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ ഉപേക്ഷിക്കാറില്ല. കാരണം എൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് ഞാൻ ഇന്ന് കായത്തൊലിയും പയറും കൂട്ടി കഞ്ഞി എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് വലിയ പക്ഷേ കായത്തൊലിയിൽ നിന്ന് അച്ചാറുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അതിമനോഹരമായി അച്ചാറുണ്ടാക്കിയിരിക്കുന്നു. ഇങ്ങനെ നമ്മൾ അമ്പരിപ്പിക്കുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾ അവിടുന്ന് ഉപയോഗിക്കുന്നു. എനിക്ക് തോന്നുന്നത് അടുത്ത ഓണക്കാലമാകുമ്പോഴേക്കും ഇത് കുറെ കൂടി വിപുലമായ രീതിയിലേക്ക് വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇതിൻ്റെ പ്രചാരത്തിന് വാക്കുകൾ കൊണ്ട് പ്രവൃത്തികൾ കൊണ്ട് ഇതിൻ്റെ പ്രചാരത്തിന് ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവുമെന്ന വാക്കുകൾ കൊണ്ട് ഞാൻ ഇതിൻ്റെ ചടങ്ങിന് എല്ലാ ആശംസകളും വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി.